അവതാർ ഫയർ ആൻഡ് ആഷ് കണ്ടു. അവതാർ 3 കുഴപ്പമില്ല. പക്ഷേ ഇറ്റ്സ് നോട്ട് ഗ്രേറ്റ്. എനിക്ക് ഈ സിനിമ ഒരു ഫസ്റ്റ് ആൻഡ് സെക്കൻഡിൻ്റെ ഒരു കമ്പൈലേഷൻ പോലെയാണ് തോന്നിയത്. ഇത് കണ്ടോണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. നിങ്ങൾ കണ്ടിരിക്കും. പക്ഷേ ഈ സാധനം ഇറ്റ്സ് കീപ്പ് ഓൺ റിപ്പീറ്റിങ്. നമ്മൾ ഈ സൈക്കിൾസ് റിപ്പീറ്റ് ചെയ്ത പോലെ തന്നെ കണ്ട തന്നെ പിന്നെയും പിന്നെയും കാണുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഫസ്റ്റും സെക്കൻഡും കൂടി ഒരുമിച്ചൊരു കഥയാക്കി എങ്ങനെ ഉണ്ടാവും? അതാണ് ഇതിൻ്റെ കഥ. ടിപ്പിക്കലി അത്രേ ഉള്ളൂ. ഈ ബാഹുബലിയുടെ എപ്പിക്കില്ലേ 1 ആൻഡ് 2, അത് നമുക്കറിയാം. 1 ആൻഡ് 2 ഒരുമിച്ചൊരു പടമാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മളതിൽ പോകുന്നത്. ഇത് അതേ സെയിം സാധനം എക്സാക്ട്ലി ഫസ്റ്റിൻ്റെയും സെക്കൻഡിൻ്റെയും കഥ ഒരുമിച്ച് രണ്ടാക്കിയ രണ്ടും കൂടി ഒരുമിച്ച് എങ്ങനെ ഉണ്ടാവും അതേപോലെയാണ് ഇതിൻ്റെ കഥ പോകുന്നത്. ശരി, കഥ ഓക്കെ, കുഴപ്പമില്ല. പക്ഷേ എന്താണ് ഇതിൽ പുതിയതെന്ന് നമ്മളൊന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് പുതിയതൊന്നുമില്ല. ഒരു പുതിയ ക്ലാനെ കാണിക്കുന്നുണ്ട്. ആ ക്ലാനിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ അതും ഉള്ളൂ. സോ എല്ലാം കൊണ്ടും ഒരു ജസ്റ്റ് അനദർ ഫ്രാഞ്ചൈസിൽ ഒരു പടം എന്ന രീതിയിൽ പുഷ് ചെയ്യുന്ന ഒരു രീതിയിലുള്ള ഒരു സാധനമായിട്ട് എനിക്ക് തോന്നി. ഇപ്പോൾ വേ ഓഫ് വാട്ടർ കാണിച്ചപ്പോൾ അതിൽ നമുക്ക് ഓൾറെഡി പെൻഡോറ അറിയാം. പെൻഡോറയിലെ മറ്റൊരു ക്ലാനിനെ കൂടുതൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് അതിലുള്ള എന്തൊക്കെയാണ് അപ്പോൾ ഈ വാട്ടറിലുള്ള ക്രീച്ചേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇങ്ങനെ കാണിക്കുന്ന പോലെ ഇതിൽ പുതിയതായിട്ട് ഒന്നുമില്ല. ലിറ്ററലി ഒന്നുമില്ല പുതിയതായിട്ട്. സെയിം സാധനം, സെയിം ജെയ്ക് സള്ളി, സെയിം സ്കൈ പീപ്പിൾ. അവർ വരും, തിരിച്ചു പോകും. അവർ വരും, അറ്റാക്ക് ചെയ്യും. അവർ വരും, അറ്റാക്ക് ചെയ്യും, തിരിച്ചു പോകും. പിടിക്കും, തിരിച്ചു പോകും. പിടിക്കും, തിരിച്ചു പോകും. ഇതേ സാധനം തന്നെ ഒരു പടത്തിൽ ഒരു വട്ടം പിടിക്കും, പിന്നെ അവിടെ നിന്ന് രക്ഷപ്പെടും, പിന്നെയും തിരിച്ചു പോയി നോക്കെ ഒരു 8-9 വട്ടം തന്നെ ഈ പടത്തിൽ പിടിക്കുന്നു വിടുന്നു അതുണ്ട്. പോരാത്തതിന് ഫസ്റ്റിൽ കണ്ട അതേപോലെ തന്നെ മറ്റേ ഇത് വരും, അവർ വരും, ഏവ വരും. അതിൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ടല്ലോ. നമ്മൾ ഫസ്റ്റ് അവതാർ പടം കണ്ടപ്പോൾ നമുക്ക് മൈൻഡിൽ രജിസ്റ്റർ ആയിട്ടുള്ള ഫോർമാറ്റ് എന്താണോ സെയിം സ്ട്രക്ചറിൽ തന്നെയാണ് ഈ തേർഡ് പടം ഉള്ളത്. സോ ഫസ്റ്റ് ആൻഡ് സെക്കൻഡും കൂടി രണ്ടുപേരും കൂടി കമ്പൈൻ ചെയ്ത് ഇവരവിടെ എത്തി, അവർ ക്ലാനിലെത്തി, തിരിച്ചു പോയി. എന്ത് കഥയാണ് ഇങ്ങനെ? എന്താണ് എനിക്ക് ഒരു പിടുത്തം കിട്ടിയില്ല ഇതിൻ്റെ. ഐ വാസ് സീയിങ് ദ സെയിം തിങ് റിപ്പീറ്റഡ്ലി ഇൻ ദിസ് 3.5 hour മൂവി. കണ്ടിന്യൂസ്ലി ഞാനത് കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. സോ അത് ഭയങ്കര എനിക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ട് തന്നെ ഫീൽ ചെയ്തു എന്ന് പറയാം. കാരണം ഇപ്പോൾ ഫസ്റ്റ് ടൈം നമ്മളിപ്പോൾ അവതാർ കാണുന്ന സമയത്ത് പണ്ടോറ എന്ന് പറഞ്ഞ ഗ്രഹം അത് നമുക്ക് പുതിയതാണ്, നമ്മൾ കണ്ടിട്ടില്ല. ആ വേൾഡ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ കണ്ട് നമ്മൾ ഞെട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത്രയും ടൈം മുടക്കിയിട്ട് ക്യാമറയോട് അങ്ങനെ ഒരു പടം എടുത്തപ്പോൾ ആൾക്കാരത് റീവാച്ച് ചെയ്തു. റിപ്പീറ്റ് വാച്ചിനുള്ള സാധനമായിരുന്നു ഫസ്റ്റ് അവതാർന്ന പടം. അതുകൊണ്ടാണ് അത്രയധികം ആ സിനിമ കളക്ട് ചെയ്ത്. സ്റ്റിൽ ഇപ്പോഴും ഹയസ്റ്റ് ഗ്രോസിങ് മൂവി എന്തോ ആണ്. ഹയസ്റ്റ് ചിലവാക്കിയിട്ടുള്ള പടവും ഹയസ്റ്റ് കിട്ടിയിട്ടുള്ള പടവും അവതാർ തന്നെയാണ് അവിടെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇത് കാരണം. ദെൻ വേ ഓഫ് വാട്ടർ വന്ന സമയത്ത് എല്ലാവരുടെയും ചോദ്യം അടുത്ത് എന്ത് എന്നുള്ളതാണ്. അതൊരു പരിധി വരെ അതിൽ സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പുതിയൊരു ക്ലാൻ കാണിച്ചു, അവിടേക്ക് പുതിയൊരു ത്രെട്ട് വരുന്നു. ഈ പുതിയ ത്രെട്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ആ ക്യാരക്ടർ മാറി വന്നു, അവതാരമായിട്ട് വന്നു. അപ്പോൾ പിന്നെ ഇവർക്ക് ഡിഫെൻഡ് ചെയ്യണം, തിരിച്ചു പോകണം. ഈ തേർഡിലേക്ക് വരുമ്പോഴും ഞാനീ പറഞ്ഞല്ലോ, ഓൾറെഡി നമുക്ക് പണ്ടവറ എന്താണെന്ന് അറിയാം, ജെയ്ക് സള്ളി എന്താണെന്ന് അറിയാം, സ്കൈ പീപ്പിൾ എങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന അറിയാം, ഇവരെങ്ങനെ റിട്ടേൺ അടിക്കുന്ന അറിയാം, ആ ക്രീച്ചേഴ്സിനെല്ലാം നമുക്കറിയാം. പുതിയതായിട്ട് ഒരു ക്രീച്ചറിനെ പോലും ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ പുതിയതായിട്ട് ഒരു അനിമലിനെ പോലും ഒരു ഫയർ നേഷൻ എന്ന് പറഞ്ഞ ഒരു പുതിയ ക്ലാനിനെ മാത്രം കാണിക്കുന്നുണ്ട്. അവരുടെ റുട്ടീൻസ് എന്താണെന്നോ, അല്ലെങ്കിൽ അവർക്ക് എന്താണ് പ്രത്യേകതകൾ എന്താണെന്നോ, അല്ലെങ്കിൽ അവരെന്താണ് ഇതിൽ നിന്ന് റിബൽ ചെയ്ത് നിൽക്കുന്നു, അങ്ങനത്തെ രീതിയിലുള്ള, അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന സ്പെഷ്യാലിറ്റി ഉള്ള കുറേ അനിമൽസ് എന്തോ അങ്ങനത്തെ ഒന്നും ഇല്ല ഇതിൽ. ആ സാധനങ്ങൾ മാത്രം വരുന്നുണ്ട്. ദെൻ ഒരു ഇത് വെച്ച് ഈ സാധനം തന്നെ ഇവർ പിടിക്കും, ഇവർ വിടും. നമുക്കിതിൻ്റെ അടുത്തെന്താ നടക്കാൻ പോകുന്നത് നമുക്ക് അറിയുന്ന രീതിയിൽ അവതാർ 1 and 2 കണ്ടവർക്ക് ഇതിൽ ഈച്ച് ആൻഡ് എവറി സീൻ നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ആ ഫോർമാറ്റ് അങ്ങനെയാണ്. ഇതിങ്ങനെയാവും, അവസാനം ഏവ വരും എന്നൊക്കെ നമുക്കറിയാം. അങ്ങനെ തന്നെ നമ്മളെന്താ ഇതിപ്പോൾ അടുത്തായിരിക്കും നടക്കാൻ പോകുന്നത് നമ്മൾ മൈൻഡിൽ വിചാരിക്കുമ്പോഴേക്കും അതാണ് അവിടെ ചെയ്യുന്നത്. സോ അങ്ങനെ നമ്മൾ കണ്ട സാധനം തന്നെ കാണുമ്പോൾ ഒരു അരോചകമായിട്ട് തോന്നില്ല. അത് മാത്രമാണ് എനിക്ക് ഈ ഫിലിമിൽ. ബാക്കി ഇപ്പോൾ ടെക്നിക്കൽ സൈഡൊന്നും പറയേണ്ട ആവശ്യമില്ല. ഗംഭീരമാണ്. വിഷ്വലി ആൻഡ് ഓഡിയബിളി ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല കൺകുളിർമയുള്ള കുറേ സാധനങ്ങളുണ്ട്. ആക്ഷൻ സീക്വൻസുകളാണ്, ചറപറ വാർ സീക്വൻസുകളാണ്. പക്ഷേ ഈ ലിറ്ററലി എൻ്റെ മൈൻഡിൽ ഇവർക്ക് ഇതല്ലാണ്ട് വേറെ പണിയൊന്നുമില്ല എന്നുള്ള ആ ഒരു മൈൻഡാണ് നമുക്ക് വരിക. കാരണം നമ്മളിപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും ഈ സിനിമയ്ക്ക് പോണ പോലെ ഇവരെല്ലാ ആഴ്ച ഇരുന്ന് ഈ സ്കൈ പീപ്പിളായിട്ട് അടിയാണ്. അതിപ്പോൾ വരും പോവും, അവർ പോവും. ഈ പടം നിർത്തുമ്പോൾ പോലും ഈവൺ ഒരു ട്രയോളജി ആയിട്ട് പോലും ഇത് കംപ്ലീറ്റ് ആവുന്നില്ല. നമുക്കറിയാം ക്യാമറോൺ ഒരു 4-5 പടം പറഞ്ഞിട്ടാണ് ഇത് ഇനീഷ്യലി പ്ലാൻ ചെയ്തിട്ടുള്ളത് തന്നെ. സോ അത് എങ്ങനെയെങ്കിലുമൊക്കെ ഫുൾഫിൽ ചെയ്യണമെന്നും അങ്ങനെ അതിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞ് ഒരു പ്രോപ്പർ ക്ലോഷർ ഈ പടത്തിന് കൊടുത്തിട്ടില്ല. ഒരു കംപ്ലീറ്റ് ഫീൽ അതുകൊണ്ട് തന്നെ പടം കണ്ടിട്ട് ഇറങ്ങണം നമുക്ക് വരും. ഇപ്പോൾ മെയിൻ വില്ലൻ ക്യാരക്ടറിന് എന്തായിരുന്നോ
ഇതിലിപ്പോൾ ഈ ഒരു ഫയർ നേഷനിൽ നിന്ന് വന്നിട്ടുള്ള വെയിൻ ഒരു വില്ലനസ് ക്യാരക്ടർ ഉണ്ട്. ആ ക്യാരക്ടറിന് എന്ത് പറ്റിയിരുന്നു, അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു ക്ലോഷറും ഇല്ലാതെയാണ് ഈ ഒരു പടം കൊണ്ട് നിർത്തിയിട്ടുള്ളത്. സോ മൊത്തത്തിൽ അവസാനം എങ്ങനെ കൊണ്ട് നിർത്തിയെന്ന് പറഞ്ഞ പോലെ സോ ഒരു 3.5 മണിക്കൂർ ഇങ്ങനെ നമ്മളിങ്ങനെ കണ്ടിരിക്കും. പക്ഷേ ടേക്ക് അവേ ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ രജിസ്റ്റർ ആവുന്ന രീതിയിലുള്ള ഒരു സീൻ പോലും എനിക്ക് എവിടെയും കണ്ടില്ല. ഈ സെക്കൻഡ് പടം ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്ന് കണ്ടത് വേ ഓഫ് വാട്ടർ. അത് കണ്ട സമയത്ത് എൻ്റെ തൊട്ടടുത്തുന്ന ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞൊരു ഡയലോഗ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. നമ്മളിപ്പോൾ ഇതിലിപ്പോൾ എന്താ പുതിയത് എന്ന് പറഞ്ഞ് ഞാൻ ആലോചിച്ചിരിക്കുന്ന സമയത്ത് ഒരു സീൻ ഉണ്ടായിരുന്നു. അതിൽ ഒരു ക്ലൈമാക്സ് പോർഷനിലുള്ളൊരു സീക്വൻസ്. അപ്പം അവൻ ചാടി എണീറ്റിട്ട് എടാ കൊടുത്ത പൈസ ഈ സീനിൽ മുതലായി എന്ന് പറഞ്ഞു. അതേപോലെ നമുക്കൊരു ഗൂസ് ബംസ് തരുന്നതോ അല്ലെങ്കിൽ നമുക്കൊരു ഹൈ തരുന്നതോ ആയിട്ടുള്ള ഒരു സീൻ പോലും എനിക്ക് ഈ സിനിമയിൽ എവിടെയും കിട്ടിയില്ല. കാരണം ഐ വാസ് പ്രെഡിക്റ്റിംഗ് ദാറ്റ് ഇതിപ്പോൾ അടുത്തതാണ് നടക്കാൻ പോകുന്നത്, അടുത്ത് ഇവർ വരും, അടുത്ത് അവർ, കാരണം ഇത് നമ്മൾ ഓൾറെഡി കണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്, മനസ്സിലായി. ഇത്രേ ഉള്ളൂ, നമ്മൾ ഈ കണ്ട സാധനം തന്നെയാണ് ഇത് കാണിച്ചു തരുന്നത്. അത് അടുത്ത സീൻ എന്താണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് നമ്മൾ കണ്ടതാണ്. അത് രണ്ടും കൂടി ഒരുമിച്ച് എങ്ങനെ ഉണ്ടാവും? അത് ആ ഫോർമാറ്റ് ഒന്ന് പൊളിച്ചെടുക്കേണ്ടതായിരുന്നു. ഇതിങ്ങനെയാണെങ്കിൽ ഈ പരിപാടി തന്നെ നിർത്തണതാണ് നല്ലത്. ശരിക്കും ഇത് കണ്ടതോടെ ഇറ്റ്സ് കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ്. ആ മൂപ്പറുടെ ആ ഒരു ഓൾ ഗൺസ് ബ്ലേസിംഗ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു പരിപാടി ഈ വെടി തീർന്നു ഇതിൻ്റെ. ഇനി ഇത് വെച്ചിട്ട് ഇനി ഇവർക്ക് ഇത് ലിറ്ററലി ഒരു ട്രിപ്പിൾ എ ഗെയിമിൻ്റെ DLC വന്നാൽ എങ്ങനെ ഉണ്ടാവും അതേപോലെയാണിത്. ഒരു കണ്ട സാധനം തന്നെ ജസ്റ്റ് എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ലാതെ റിപ്പീറ്റ് അടിച്ച് ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ എന്താ ഇത് കണ്ട സാധനം തന്നെ 100 വട്ടം പറഞ്ഞു. ഇതേ സാധനം നമ്മളൊരു 3.5 മണിക്കൂറൊക്കെ ഇരുന്ന് കണ്ട എങ്ങനെ ഉണ്ടാവുക എന്നതാണ് സിനിമയുടെ ഒരു മെയിൻ ഫോൾട്ടായിട്ട് എനിക്ക് തോന്നിയത്. അല്ലാതെ ടെക്നിക്കലി ആൻഡ് ഓഡിബിളി നമുക്കറിയാം ക്യാമറോൺ ടോപ്പ് നോച്ച് ക്വാളിറ്റിയിലാണ് ഈ സാധനം ഡെലിവറി ചെയ്യുള്ളൂ. അതൊക്കെ ഉണ്ട് സിനിമ. പക്ഷേ ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂവിൽ നമ്മൾ നോക്കുമ്പോൾ സിനിമ ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് എൻ്റർടൈനിങ് ആസ് ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്. അതുകൊണ്ട് തന്നെ ഈ സിനിമ അധികം റീവാച്ച് ചെയ്യപ്പെടാനോ റിപ്പീറ്റ് വാച്ചിനോ ഉള്ളതൊന്നും, ഫസ്റ്റ് ടൈം തന്നെ വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് പ്രഡിക്റ്റബിൾ ആയതുകൊണ്ട് റിപ്പീറ്റ് വാച്ചിനുള്ള ഒന്നും ഇല്ലാത്ത പോലെ എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ കൊടുത്ത പൈസ പോലും ഈ സിനിമയ്ക്ക് കിട്ടാനുള്ള ചാൻസ് തീരെ കുറവാണ്. മുടക്കിയ പൈസ പോലും ഈ ഫ്രാഞ്ചൈസ് ഇതോടുകൂടി നിർത്താനുള്ള ചാൻസും ഉണ്ട്. ഒരു കണക്കിന് നോക്കിയാൽ നല്ല കാര്യമാണ്. ക്യാമറോൺ ഷുഡ് മൂവ് ഓൺ. മൂപ്പർ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. മൂപ്പർക്ക് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്, ഇനിയും കുറേ സാധനങ്ങളൊക്കെ ചെയ്യാം. ഈ അവതാരം ഇനിയിപ്പോൾ മൂപ്പർക്ക് തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പ്രൊഡ്യൂസ് ഇറ്റ്, വേറെ ആർക്കിൻ്റെ കൈ കൊടുക്കുക. അവർ വല്ല സ്റ്റാൻഡ് അലോൺ ആയിട്ടോ അല്ലെങ്കിൽ സ്പിൻ ഓഫ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേറെ സാധനങ്ങളൊക്കെ ചെറുതായിട്ട് കാരണം നമ്മൾ ഈ ക്യാരക്ടേഴ്സിനെ നമ്മൾ കണ്ടുമടുത്തു. ഇവരുടെ കോൺഫ്ലിക്റ്റുകളും ഇവരുടെ വീട്ടിലെ കുടുംബ പ്രശ്നങ്ങളും നമ്മൾ കണ്ടുമടുത്തു. ഒക്കെ നമുക്ക് കണ്ട് ശീലിച്ച് ഇവരടുത്ത് എന്താ ഡയലോഗ് അടക്കം എന്താ പറയാൻ പോകുന്നത് എന്ന് നമുക്കറിയുന്ന രീതിയിൽ കൊണ്ട് നിർത്തി എങ്ങനെ ഉണ്ടാവും എന്നതാണ് സിനിമയുടെ ഒരു വലിയ ഫോൾട്ടായിട്ട് എനിക്ക് തോന്നിയത്. ഞാൻ ഭയങ്കര പ്രതീക്ഷ വെച്ചിട്ടാണോ അത് പോയെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒന്നുമില്ല. എനിക്ക് ദ ലീസ്റ്റ് എക്സെപ്റ്റഡ് അല്ലെങ്കിൽ ലീസ്റ്റ് ഹൈപ്പുള്ളൊരു പടമായിരുന്നു പേഴ്സണലി ഈ ഫ്രാഞ്ചൈസിലെ ഈ ഒരു 3ാമത്തെ പടം. ഇങ്ങനെ ഒരു പടം ഇറങ്ങുന്നത് ഐ തിങ്ക് കുറേ പേർക്കൊന്നും അറിയും കൂടി ഇല്ല ഇത് അവതാർ ഇറങ്ങിയിട്ടുണ്ടോയെന്ന് പോലും. അപ്പോൾ അത്രയും എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ പോയിട്ടാണ് എനിക്ക് അവസ്ഥ. അതേസമയം ഈ സിനിമ ഹൈ എക്സ്പെക്റ്റേഷനോടൊക്കെ കാണാൻ പോയിട്ടുള്ളവരുടെ അവസ്ഥ പറയേണ്ട ആവശ്യമില്ല. സോ സ്റ്റോറിയിലോ സ്ക്രീൻ പ്ലേയിലോ പുതുമില്ലാത്തത് കൊണ്ടും പ്രത്യേകിച്ച് സ്ക്രീൻ പ്ലേയിൽ ഞാൻ പറഞ്ഞില്ലേ കഥ എന്തോ ആയിക്കോട്ടെ, കാണിച്ച സീക്വൻസുകൾ ലിറ്ററലി വേ ഓഫ് വാട്ടറിൽ കണ്ട ഒരു 90% ഓഫ് സീക്വൻസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ഈ പടത്തിൽ. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രശ്നം. സെയിം സാധനം സെയിം എഗെയിൻ റിപ്പീറ്റിങ്, അത് സീൻ ബൈ സീൻ റിപ്പീറ്റായിട്ട് വരുന്നുണ്ട് ഈ പടത്തിൽ എന്നതാണ് ഈ സിനിമയുടെ ഒരു വലിയ ഫോൾട്ട്. സോ ഞാനൊരു ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടാണ് അവതാർ കണ്ട് തിരിച്ചിറങ്ങിയത്. ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു ടേക്ക് അവേ ആയിട്ട് എനിക്കൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫുൾഫിൽഡ് ആയിട്ടുള്ള ഒരു ഫീൽ എനിക്ക് എവിടെയും കിട്ടിയില്ല. ഈവൻ വേ ഓഫ് വാട്ടർ ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം അതിൽ ഞാൻ പുതിയതായിട്ട് എന്തോ കണ്ട പോലെ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഈ പറഞ്ഞത് കംപ്ലീറ്റ്ലി എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഇത് പറഞ്ഞത് കേട്ടിട്ട് നിങ്ങളിപ്പോൾ കാണാതിരിക്കുന്നു വേണം, നിങ്ങൾ പോയി കണ്ടു നോക്കുക, ചിലപ്പോൾ ഇഷ്ടപ്പെടും. ഞാൻ പറഞ്ഞത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. എനിക്കിത് കണ്ടിട്ട് ഈ കണ്ട സാധനം തന്നെ കണ്ട പോലെ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവില്ലായിരിക്കും. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും തിയേറ്ററിൽ തന്നെ ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുക. ഇത് ഈ വല്ലപ്പോഴും ഇറങ്ങുന്ന അല്ലെങ്കിൽ എല്ലാ ആഴ്ച ഇറങ്ങുന്ന സിനിമകൾ പോലെയല്ല അവതാറൊക്കെ ഇറങ്ങുന്നത്. അത്രയും ഹൈപ്പിൽ, അത്രയും എക്സ്പെക്റ്റേഷനിൽ, അല്ലെങ്കിൽ അത്രയും വലിയ ക്യാൻവാസിൽ വരുന്ന വൺസിൻ്റെ സാധനങ്ങളിലൊന്നാണ് ഈ അവതാറൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ സെക്കൻഡ് പാർട്ടൊക്കെ ഇറങ്ങിയ സമയത്ത്, ഈ വേ ഓഫ് വാട്ടറൊക്കെ ഇറങ്ങിയ സമയത്ത് ഞാൻ ഒരിക്കൽ നമ്മുടെ സ്ഥലത്തു നിന്ന് കണ്ടു. പിറ്റേ ദിവസം തന്നെ ഐമാക്സിൽ ട്രാവൽ ചെയ്ത് ഞാൻ ആദ്യമായിട്ട് ഐമാക്സിൽ കാണുന്ന പടം അവതാർ വേ ഓഫ് വാട്ടറൊക്കെ ആയിരുന്നു. ആ രീതിയിൽ അവതാർ എന്നുള്ളത് ഒരു തിയേറ്റർ വാച്ച് അല്ലെങ്കിൽ ഒരു ഐമാക്സ് വാച്ചിനുള്ള സാധനം എന്നുള്ള രീതിയിൽ രജിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത്
പുതിയതായിട്ടൊന്നും ഇല്ലാത്തതാണ് എനിക്ക് സിനിമയിലൊരു വലിയ പ്രശ്നമായിട്ട് തോന്നിയത്. സോ ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നണമെന്നില്ല. സോ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. സോ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.